എൻ്റെ ഒരു എമണ്ടൻ വർക്ക് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. സ്ഥലം കൂടുതലാണ്, എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലാണ്. അപ്പം നമ്മൾ ആ വർക്ക് എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വീടിൻ്റെ മുകളിലുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് കാണാനും അതിനൊരു പരിഹാരം വരുത്താനും അങ്ങനെയൊക്കെയുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ആ വീടിൻ്റെ മുകളിൽ ഒരു സോളാർ സെറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യാൻ വന്നത്. അങ്ങനെ ആ വർക്ക് ചെയ്ത ആ വർക്ക് നിങ്ങളെ ഒന്ന് കാണിക്കാൻ പോവുകയാണ്. നോക്കിയേ, ഇതിലേക്കൂടെ കയറുകയാണ്. നമ്മൾ കയറുന്ന എവിടെയെന്നറിയോ? കണ്ട ആ പാത്തിയുടെ മുകളിലെത്തി നമ്മൾ. അതെ, നമ്മുടെ ആ വീടിൻ്റെ ഓട് നമ്മുടെ പാത്തിയുടെ മുകളിലാണ് നമ്മൾ ഈ വേ സെറ്റ് ചെയ്തിരിക്കുന്നത്. അണ്ട് ഇതിലേക്കൂടെ നമുക്ക് നടന്നാണ്ട് ഇവിടെ മുഴുവൻ, അതായത് ഈ വീടിന് ചുറ്റും പോകാൻ പറ്റും. അതെ, അണ്ട് ഇതേപോലെ ഇങ്ങനെ നടന്നാൽ മതി. നമുക്ക് നെഞ്ചിൻ്റെ ഹൈറ്റ് വരെ നമുക്ക് ഹാൻഡ് റെയിൽ അടിച്ചിട്ടുണ്ട്. ഇത് താപ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഹൈറ്റ് കാണാം. ഉണ്ടോ? ഭയങ്കര ഹൈറ്റാണ്. ആ ഹൈറ്റ് നമുക്ക് ഒരു 5 ഒരു ഒന്നും വരാതിരിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വരെ നടക്കാവുന്ന രീതിയിൽ നമ്മൾ ഇത് സെറ്റ് ചെയ്തേക്കുക. 35 അടി ഹൈറ്റ് ഇതിലുണ്ടാവും. അതിൻ്റെ മുകളിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. വളരെ ലളിതമായ രീതിയിൽ നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന സേഫ്റ്റിയായിട്ട്, അത്ര സേഫ്റ്റിയായിട്ട് വളരെ ലളിതമായ രീതിയിൽ നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന സേഫ്റ്റി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു വർക്കാണിത്. ഉൾപ്പെടെ ഈ വീടിൻ്റെ മുകളിൽ കയറി കാഴ്ച കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറാം. 5, 10, 15 പേർക്ക് ഈസി ആയിട്ട്. ഞങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു 6 പേര് 7 പേര് വരെ ഇതിനകത്ത് കയറി ഇങ്ങനെ നടന്നതാണ്. അത്ര പക്കയായിട്ട് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് കയറി വന്നു കഴിഞ്ഞാലൊന്നും പേടിക്കാതെ നമുക്ക് സുഖമായിട്ട് നടന്നു പോകാം. കാരണം നമ്മുടെ നെഞ്ചിൻ്റെ ഹൈറ്റ് വരെ നമുക്ക് ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു മാവുണ്ട്. ഈ മാവിൽ നിന്ന് ഞങ്ങൾ ഇഷ്ടം പോലെ മാങ്ങ ഇവിടെ ഞങ്ങൾ പറിക്കുന്നുണ്ട്. കാരണം ഇവിടെ നിന്ന് കയ്യെത്തി പറിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഈ മാവിൻ്റെ മാങ്ങയൊക്കെ നിന്നത്. ഇതേതൊക്കെ ഒരുപാട് ശീലങ്ങളുണ്ടായിരുന്നു. ആ ശീലമൊക്കെ ഞങ്ങൾ ഒന്നിടണം വെട്ടിക്കളഞ്ഞു. കാരണം ഇങ്ങോട്ട് കിടക്കുകയായിരുന്നതുകൊണ്ട് ഇപ്പോഴും മാങ്ങ നിൽക്കൊണ്ട് നമുക്കത് പറിക്കണം. ഒന്നും വേസ്റ്റാക്കി കളയാൻ വേണ്ടിയില്ല. കാരണം ഏറ്റവും നല്ല മാങ്ങ ആയത്, വിഷമൊന്നും അടിക്കാത്ത ഏറ്റവും നല്ലതായതുകൊണ്ട് കളയാനായിട്ടില്ല. നമുക്കിതെല്ലാം പറിച്ചെടുക്കുന്നു. ഇനി ഇതിങ്ങനെ ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മളിത് നോക്കിക്കേ, ഈ ഓടിൻ്റെ മുകളിൽ നമ്മൾ ഒരു സോളാർ സിസ്റ്റം നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പോകും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത് ഇവിടെ ഉണ്ടാക്കിയത്. ഇതിലേക്കൂടെ നടന്നു പോയിട്ട് നമുക്കവിടെ സോളാറിൻ്റെ പാനലൊക്കെ സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഈ വേ. കാരണം എല്ലാം വന്ന് കഴുകാനും എടുക്കാനൊക്കെ ആയാലും നമുക്ക് ഇത് വഴി വേണമല്ലോ വരാൻ വേണ്ടി. അതിനുവേണ്ടി നമ്മൾ സെറ്റ് ചെയ്താൽ അങ്ങോട്ടും പിന്നെ വഴി ഉണ്ടാകും. ഇത് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നല്ലൊരു മൊബൈൽ നമുക്ക് ഇല്ലാതായിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ എടുക്കാനിരിക്കുന്നത്. നല്ലൊരു മൊബൈൽ നമ്മൾ കൽപ്പിച്ചിട്ടുണ്ട്. ആ മൊബൈൽ വെച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഇതിനകത്തോടെ നമുക്ക് അന്ന് ഉണ്ടാക്കുന്ന സമയത്ത് നടക്കാനൊക്കെ വളരെ പ്രയാസമായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പം ലളിതമായ രീതിയിൽ നല്ല ഈസി ആയിട്ട് ഒരു ഭയം കൂടാതെ നമുക്ക് ഇതിനകത്തോട്ട് നടക്കാൻ പറ്റും. അതേ രീതിയിലാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് ആ പാത്തിയുടെ മുകളിൽ കൂടെ നമ്മൾ വീടിന് ചുറ്റും മുകളിൽ കൂടെ നടക്കുന്ന ആ ഒരു വഴിയായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സോപാനമാണ്. അതിന് തൊട്ട് താഴെയായിട്ട് സോപാനം നമ്മൾ അടിച്ചിട്ടുണ്ട്. ആ സോപാനം നമുക്കൊന്ന് കാണാം. 3 സ്ക്വയർ ട്യൂബ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ ഒരുപാട് ബ്രേസിങ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് സപ്പോർട്ടീവായിട്ട്. അതിനുശേഷമാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ വർക്ക് ചെയ്തത്. നല്ല സെറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു അനക്കം പോലും ഇല്ലാത്ത രീതിയിൽ നമുക്ക് എത്ര പേർക്ക് നടക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അത് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫിനിഷിങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി ഇറക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സോപാനത്തിൻ്റെ വർക്ക് കണ്ടു. ആ സോപാനത്തിന് തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ നെറ്റ് കൊണ്ട് ഈ വീട് ഫുള്ള് നമ്മൾ ഇത് മറച്ചിരിക്കുകയാണ്. 1.5 5 mm തിക്നെസ് ഉള്ള നെറ്റാണ് നമ്മൾ ഈ അടിച്ചിരിക്കുന്നത്. കാക്കയോ കിളിയോ അതേപോലെ മരപ്പട്ടികളോ ഒന്നും കയറാതെ നല്ല സേഫായിട്ട് നമ്മൾ ചെയ്തിരിക്കുക. ഇവിടെ തുണിയൊക്കെ വിരിച്ചിടാനും അതേപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണക്കണമെങ്കിൽ ഉണക്കാനൊക്കെ നമുക്ക് പറ്റുന്ന ഒരു സാധനം. ഞാൻ ചെയ്യുന്ന വർക്കുകൾ ഇതാണ്.
സോപാനത്തിൻ്റെ, സ്റ്റെയറിൻ്റെയും, ഹാൻഡ് റെയിലിൻ്റെയും, അതേപോലെ റൂഫിൻ്റെയും, ഗേറ്റിൻ്റെയും, ഗ്രില്ലിൻ്റെയും. ഞാൻ ചെയ്ത ഫീൽഡ് എന്ന് പറയുന്നത് മറൈൻ ഫീൽഡായിരുന്നു. ഷിപ്പിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട വർക്കുകൾ നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് ഇപ്പം എന്ത് വർക്കും നമ്മൾ അതുകൊണ്ട് ചെയ്യുന്നതാണ്. വി ബോർഡിൻ്റെ വർക്കായാലും അതുപോലെ സോളാറിൻ്റെ വർക്കായാലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത